ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് തുമ്പപ്പൂവാണ്. ഇതാ കണ്ടില്ലേ, തുമ്പച്ചെടി. അതിൽ ഈ വെള്ള കളറ് തുമ്പപ്പൂവ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ചെടിയാണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ചെടിയാണ്. വളരെ ഔഷധ ഗുണങ്ങളൊക്കെ ഏറെയുള്ള ഒന്നാണ് കേട്ടോ ഈ തുമ്പപ്പൂവ് എന്ന് പറയുന്നത്. നിരവധി ഔഷധക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തുമ്പയുടെ വേരും ഇലയും പൂവും ഒക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. നമുക്കതെല്ലാം അറിയാം. പനി, കഫക്കെട്ട്, അതുപോലെ തന്നെ തലവേദന, കുട്ടികളിലെ വിരശല്യം ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തുമ്പ ചെടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പണ്ട് പറയാറുണ്ട്, പ്രസവാനന്തരം നമ്മൾ തുമ്പപ്പൂവിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ഉത്തമമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിൽ വ്യാപകമായിട്ട് നമുക്ക് എല്ലാവിടെയും കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഈ തുമ്പ എന്ന് പറയുന്നത്. തുമ്പപ്പൂ കൊണ്ട് ഓണരാത്രിയിൽ അടയുണ്ടാക്കിയിട്ട് അത് ഓണത്തപ്പന് നിവേദിക്കുന്ന ചടങ്ങ് മധ്യ കേരളത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ നിലവിലുണ്ട്. അതിനെ പൂവട എന്നാണ് ഇതിന് പേര് കേട്ടോ. അതുപോലെ തന്നെ 3 തരത്തിൽ തുമ്പയുണ്ട്: കരിന്തുമ്പ, തുമ്പ, പെരുന്തുമ്പ. അങ്ങനെ 3 ടൈപ്പിലാണ് തുമ്പ ചെടി കാണപ്പെടാറുള്ളത്. തുമ്പപ്പൂവ് ഓണാഘോഷങ്ങളുടെ ഒരു പ്രധാന ചേരുവയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. തുമ്പപ്പൂവില്ലാത്ത ഓണപ്പൂക്കളം പാടില്ല എന്നാണ് കേട്ടോ പഴയ കാലത്തെ നിയമം. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്നും തുമ്പപ്പൂവും അതിൻ്റെ കൊടിയും ചേർന്ന ഭാഗങ്ങൾ മാത്രമേ ഓണാഘോഷങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇത് കർക്കിടക മാസത്തിൽ നന്നായി വളരും ഈ ചെടി. അതുപോലെ തന്നെ ഓണത്തിൻ്റെ സമയമാകുന്നതോടെ നന്നായി പൂക്കാനും തുടങ്ങും. അങ്ങനെയാണ് ഈ ഒരു ചെടി വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യം കൂടിയാണ് കേട്ടോ. വളരെ നല്ലതാണ്, കാരണം നമുക്ക് എന്ത് ഹെൽത്ത് വൈസ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.